ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച വരെയുള്ളൊരു വിശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് സുന്ദരിയാകാമെന്ന് വിചാരിച്ച് അപ്പോൾ മുടിയെല്ലാം വാരി കെട്ടി സിന്ദൂരെല്ലാം വെച്ച് പിന്നെ കൺമഷിയെല്ലാം തൊട്ടേ അന്നേരം അന്ന് വാഷിംഗ് മെഷീനിൽ നിന്ന് ഒച്ച കേട്ടെ. അപ്പോൾ ഞാൻ അന്നേരം ഓർത്തത് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അതെല്ലാം അപ്പുറത്ത് ഉണക്കുന്നതിലിട്ട് പിന്നെ അടുത്ത അലക്കാനുള്ള സെറ്റ് ഇടാൻ പോകുന്നു കേട്ടോ. കുറച്ച് അതെല്ലാം എടുത്ത് സോപ്പ് പൊടിയിലിട്ടിട്ട് അവിടെ അത് ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇന്നത്തെ കറി എന്താ ഉണ്ടാക്കേണ്ടതെന്നാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ 2 കൈപ്പക്ക കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കൈപ്പക്ക വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചപ്പം പിന്നെ ആദ്യം അലക്കി വെച്ചത് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കൊണ്ടുപോയി ആറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് അതുകൂടെ കുടയും കൊണ്ട് വന്നത് അതൊന്ന് ശരിയാക്കാൻ വേണ്ടി. അതിൻ്റെയൊക്കെ ഒരു കമ്പി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ശരിയാക്കി കൊടുത്ത് പിന്നെ അവിടെയുള്ള തുണിയെല്ലാം കുറച്ച് ആറിടാനുണ്ടായിരുന്നു. പിന്നെ അവനോട് ഞാൻ കുറച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അംഗനവാടിയിൽ പോകാനായിട്ടുണ്ട്. അടുത്ത മാസമാണ് 3 വയസ്സെത്തും അതുകൊണ്ടിന്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നു. അപ്പോഴേക്കും ഓടി വന്ന് എൻ്റെ മേത്ത് കയറി. എന്നറിയില്ല, പെട്ടെന്ന് ഇവന് വയറുവേദനയെല്ലാം വന്നാൽ പെട്ടെന്ന് വേഗം ഓടി വന്ന് മേത്ത് കയറി കിടക്കും. ഒന്ന് പക്ഷേ വേദന ഉണ്ടോ ചോദിച്ചാൽ പറയും ഇല്ല ഇല്ല എന്ന് പറയും. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ദിവസം ഞാൻ വീട്ടിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ തുടക്കാൻ ഇങ്ങനെ ഈ ഗ്യാസിൻ്റെ ഒന്നും എനിക്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നല്ലോണം ഈ കറി മറിഞ്ഞതും അതിൻ്റെ എല്ലാം അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തേച്ചിട്ട് ഞാൻ വൃത്തിയായി. തട്ടെല്ലാം നല്ലോണം നമ്മൾ ഈ ചപ്പാത്തി പരത്തിയതിൻ്റെ പൊടിയും അതെല്ലാം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഉരച്ച് വൃത്തിയാക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ബക്കറ പിടിച്ച് തേക്കുന്ന കൊണ്ടാണെന്താ കൈമണ്ണിലുള്ള ആ പാത്രം അങ്ങനെ വെള്ളമുള്ള പാത്രം അങ്ങനെ നിലത്ത് വീണു. അപ്പോൾ അത് 2ാം പണി വീണ്ടും ആയി എനിക്ക്. ഇനി അത് ഇനി മേലത്തെ തട്ടെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി താഴത്തെ നിലയെല്ലാം തുടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം വൃത്തിയാക്കാൻ നല്ല ഈ നമ്മൾ ഒഴിക്കുന്ന ഈ കടുകെല്ലാം പൊട്ടിത്തെറിക്കുമ്പോൾ എണ്ണ അങ്ങോട്ട് തെറിക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ നല്ല മെഴുക്കുണ്ട്. നമുക്കിങ്ങനത്തെ പാത്രം കഴുകുന്നത് ഉണ്ടാകുമ്പോൾ നല്ലോണം വൃത്തിയായിക്കോളും. പിന്നെ ആ നിലയെല്ലാം ഒന്ന് തുടച്ച് കേട്ടോ. അതിനുശേഷം കൈപ്പക്കയെല്ലാം മുറിച്ചിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അതിൻ്റെ ഈ നടുക്കോട്ട് അതിൻ്റെ ഇതെടുത്ത് അതിൻ്റെ സീഡെല്ലാം ഒന്ന് കളഞ്ഞ് എന്നിട്ട് നല്ലോണം ഒന്ന് മുറിച്ചിടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതെല്ലാം ഇതിന് എടുക്കുന്നത് കേട്ടോ. ഇന്ന് ചോറിന് തീ പിടിപ്പിച്ചത് അച്ചമ്മയാണ് കേട്ടോ. അവിടെ ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ടേ ഇല്ല, ഞാൻ മറന്നുപോയി. ഞാൻ തീ പിടിപ്പിച്ചാലേ എനിക്കൊരു ബോധം ഉണ്ടാവും ചോറടുപ്പത്തുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുപ്പിൽ തീയൊന്നുമില്ല. അപ്പോൾ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അരി ഇട്ട പോലെ തന്നെ ഉണ്ട്, വെള്ളവും തിളച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ തേങ്ങയെല്ലാം ചിരണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയെല്ലാം തേങ്ങ വറുത്തിറക്കാൻ വേണ്ടിയിട്ട് 2-3 വെളുത്തുള്ളിയെല്ലാം ഒന്ന് തോല് ഒളിച്ച് വെക്കുന്നു കേട്ടോ. അതാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ബാക്കിയുള്ള തുണി നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇടാം. പിന്നെ ചീര ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ചീര എടുക്കാമെന്ന്. അപ്പം ചീരയെല്ലാം മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചീര മുറിച്ച് തന്നാൽ തേങ്ങയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചീര മുറിച്ചത്. പക്ഷേ 2 തേങ്ങയുടെ കണ്ടിന്യൂ, ഒന്ന് പേടായിട്ട് ചാടി, പിന്നെ ഒന്ന് ഇളനീരിൻ്റെ തേനു. അപ്പോൾ തേങ്ങ ഇല്ലാണ്ട് വറവാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കടുകെല്ലാം ഇട്ടിട്ട് വെളുത്തുള്ളിയും ചതച്ചിട്ടിച്ച് ആക്കി കേട്ടോ. കഴിച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ഉപ്പ് അധികമായിപ്പോയി, അത്രയേ ഉണ്ടായിട്ടില്ല കുഴപ്പം.
പണിയിൽ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം നാളത്തേക്കുള്ള അരിയും ഉഴുന്നും അതിലടപ്പ് ഒത്തുവെക്കുന്നുണ്ട് ദോശക്കുള്ള. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് സമയം കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്